ബാക്ക് ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 5 റിയാക്ഷൻ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനുമാണ് നമുക്ക് കിട്ടുന്ന എനർജി. സോ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യില്ലേ? ഓക്കെ, അപ്പൊ സംസാരിച്ച സമയങ്ങളിൽ നമുക്ക് നേരെ റിയാക്ഷനിലേക്ക് പോവാം. ചേച്ചി എന്താ കണ്ടേ? പിന്നെ ചേച്ചി എന്നിട്ട് അപ്പാനിശരത്തിനോട് പറഞ്ഞു ലവന്മാരവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്, നമുക്ക് അവരെ പൊക്കി റെഡ്സോളിൽ വെക്കാന്ന്. അപ്പാനിശരത്ത് ഇന്ന് ഞാൻ പൊളിക്കും. അങ്ങനെ വാടാ, എടുത്തു എണീറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഔട്ടാക്കായിരുന്നു. അവിടെ വരെ ആ ലൈനിന്റെ അവിടെ വരെ പോയി. ഷാനവാസ് ബി ലൈക്ക്, ഭാഗ്യം ഞാനായിരുന്നെങ്കിൽ ഇപ്പൊ ഔട്ടായേരെ, കാരണം ഞാൻ ഉറങ്ങി പോവൂലോ, അറിയില്ല. രാവിലെ തന്നെ അനീഷ് ചേട്ടനെ നമ്മുടെ ഷാനവാസ് സ്നേഹിക്കുകയാണ്. ഓക്കെ, നമുക്ക് കണ്ടിട്ട് വരാം. മിക്കവാറും ഒന്ന് അനീഷ് ഷാനവാസും തന്നെ. ഞാൻ പറയുന്നു എന്റെ ശരീരത്തിൽ എടാ മേത്ത് തൊടണ്ടെന്ന് പറഞ്ഞ എന്തിനാ ഷാനവാസൊക്കെ പിന്നെ തൊടണ? രുദ്രണ്ണ ഡോണ്ട് ടച്ച്. ഞാൻ പറഞ്ഞു എന്റെ തോളിൽ കൈയിട്ടോളാൻ. തോളത്ത് കൈയിടുന്നതാണ് ഇഷ്ടം, പറയണ്ടേ? എന്റെ പെർമിഷൻ ഉള്ള സമയത്ത് മാത്രം. അപ്പൊ പെർമിഷൻ എന്റെ ടച്ച് ചെയ്യാം. അപ്പൊ ഈ ഗെയിമിന്റെ ഇടയ്ക്ക് എങ്ങനെ ടച്ച് ചെയ്യണേ? എനിക്ക് പെർമിഷൻ ഇല്ലാന്ന് പറഞ്ഞാൽ തൊടാൻ പറ്റില്ലേ? രാവിലെ തന്നെ പച്ച തെറിയ അനീഷ് ചൂലിന്റെ. ഓ എനിക്ക് തിരിച്ച് വിളിക്കാണ്ടിരിക്കാൻ വേണ്ടി അപ്പാനിയുടെ ചൂല് കൊടുത്തിട്ടുള്ള പ്രയോഗമാണ്, മനസ്സിലായി? രേണു ചേച്ചിന് ഇന്നലത്തെ എപ്പിസോഡിൽ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കി അടി വിക്ടിം കാർഡ് പോലെ രേണു ചേച്ചി എടുത്തിട്ടു. അത് പോയിന്റ് ഇല്ല, ഞാൻ സ്വീകരിക്കില്ല. നിന്റെ സോറി എനിക്ക് വേണ്ട അക്ബർ രാജാവേ. നിനക്കെന്താ ഇവിടെ കാര്യം? നീ ഇതിലുണ്ടാ? രേണു ചേച്ചി ബിലേക്ക് ഇടും. ഇത് ബിഗ് ബോസ് ആണ്, ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ കാര്യമുള്ളൂ. അയ്യോ, ഞാൻ നന്മമാരോ ആവാമാരല്ലേ? ചേച്ചി പറഞ്ഞു. ചേച്ചി ഇത് നിങ്ങളുടെ മോർണിംഗ് ആക്ടിവിറ്റി, മോർണിംഗ് ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് ഇന്ന് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്പോര് 72 മണിക്കൂറിലേക്ക് ഇത് സ്വന്തമായിരിക്കും. വാക്പോര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ബാൻഡ് ഉണ്ടല്ലോ, ഡ്രസ്സ് കിട്ടുന്ന ബാൻഡ്. ഈ ബാൻഡിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് കിട്ടണമെന്ന് പറയണം. അത്ര എന്റെ മലയാളം അത്ര നല്ലതല്ല. അനീഷ് ബി ലൈക്ക് പുല്ല് ഈ വെയിലത്ത് കസാരിട്ട് നിങ്ങൾക്ക് വയ്യ ബിഗ് ബോസേ. അപ്പൊ പ്ലീസ് മനസ്സിലാക്കണം ഞാൻ എന്നതാണ് പറയുന്നത്. ബിക്കോസ് ഐ ഡിഡ് ദ ടാസ്ക് വെരി വെൽ. സൺസ്ക്രീൻ എന്റെ പെട്ടിയിൽ സൺസ്ക്രീൻ ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ വെയിലത്ത് നിൽക്കാം. മറ്റവരെങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ നിൽക്കൂല. അതാണ് സൺസ്ക്രീൻ ഇടാണ്ട് ഞാൻ എന്റെ ശരീരത്തിൽ എത്ര വൂണ്ട് ഉണ്ടായി, പിടിച്ച് ഡ്രാഗ് ചെയ്ത്. ആരെ പിടിച്ചത്? ആൻഡ് ഐ തിങ്ക് ഐ ഡിസേർവ് ദാറ്റ്. സത്യം കൊടുക്കണം ഒരു ബാൻഡ് ചേച്ചിക്ക്. പിന്നെ ഞാനൊരു ഫാഷൻ കൊറിയോഗ്രാഫറാണ്. മാച്ചില്ലാത്ത ഡ്രസ് ഇട്ടൊന്ന് നടക്കുമ്പോൾ എന്റെ കോൺഫിഡൻസിനാണ് അത് ഡൗൺ ആക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാനിവിടെ ചോര ചീന്തുന്ന ഒരു പ്ലാറ്റ്ഫോമിലാണ് വന്നേക്കുന്നത്. ചോര ചിന്താൻ നീ ആരടാ? ആരോമൽ ചേകവരോ? അതെ, അമോഷ്ടിച്ചു. ഞാനൊരു കള്ളനായി, എല്ലാവരും പോയി ഞാനൊരു കള്ളനായി. കിട്ടിയ ബാഡ്ജ് സൂക്ഷിച്ചു വെക്കേണ്ട ഉത്തരവാദിത്വം കടമയും നിങ്ങൾക്കായിരുന്നു. നെവിന് ഈ ആഴ്ച ഔട്ടാക്കരുത് ഗൈസ്. നെവിന് വോട്ട് കൊടുക്കണം, കാരണം നെവിൻ കൊള്ളാം. നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരുന്നാണ് ഡ്രസ്സുകൾ ധരിക്കുക എന്നുള്ളത്. ചേച്ചിക്ക് എന്തൊട്ട് ഡ്രസ്സ്? ചേച്ചി ഷർട്ടും പാന്റും ഇടുള്ളൂ, അത് തന്നെ ഇപ്പോഴാണ്. പിന്നെ വെറൈറ്റി ഡ്രസ് ഉള്ള 100% എനിക്കാണ് ആ ബാഗുകളും ആ ഡ്രസ്സുകളും അർഹിക്കുന്നത്. തരാട്ടോ. ഇതിൽ നമ്മൾ ആരും ഹാം ചെയ്യാണ്ട് കടിക്കാണ്ടുമാണ് നമ്മൾ അത് നേടിയെടുത്തത്. കടിച്ചവരൊക്കെ ഉണ്ടാ ഭീകരന്മാരെ. ഇത്രയും 20 പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. എന്റെ ഒരു സംശയം ചോദിക്കട്ടെ, ഫുഡ് ഉണ്ടാക്കാനാണോ ചേട്ടൻ ബിഗ് ബോസിൽ വന്നത്? ഫുഡ് റിവ്യൂ ചെയ്യൂ. വേറെ ആൾക്കാർ ഉണ്ടാക്കുന്നത് റിവ്യൂ ചെയ്യും. അതെങ്ങനെ? തുണികൾ മാത്രമല്ല, ഞാൻ ഈ ബാൻഡിനെ സ്നേഹിക്കുന്നു. ആര്യൻ ദ റിയൽ ഫൈറ്റർ. പെണ്ണിന് പകരം ബാൻഡിനെ സ്നേഹിച്ചവൻ. ഫുഡ് ഉണ്ടാക്കിയിട്ട് ആ വാഷ്റൂം യൂസ് ചെയ്യില്ല എല്ലാവരും. ആ വാഷ്റൂം നമ്മൾ അതെ മുസ്തഫ ആര്യൻ, ഈ ഫുഡ് അകത്തേക്ക് കഴിച്ചാലാണ് വാഷ്റൂമിന്റെ ഉപകാരം ഉള്ളൂ, അത് മറക്കരുത്. തീർച്ചയായിട്ടും നെവിൻ വിജയിച്ചിരിക്കുന്നു. അങ്ങനെ മോർണിംഗ് ടാസ്കിൽ ഇവർ 3 പേരും മത്സരിച്ചതെന്ന് നെവിന് മാത്രമാണ് ജിസല ചേച്ചിയിൽ ബാൻഡ് കൈവശമാക്കാനുള്ള വോട്ടിംഗ് കിട്ടിയുള്ളൂ. ബാക്കി എല്ലാവരും അവർ തന്നെ മതിയെന്ന് കണ്ടസ്റ്റൻസ് തീരുമാനിച്ചു. തോറ്റ സ്ഥാനാർത്ഥിക്കും അഭിനന്ദനങ്ങൾ. നെവിൻ വ്യൂവേഴ്സ് ബി ലൈക്ക്, ബാൻഡ് പോയത് ജിസലയ്ക്ക് ആണെങ്കിലും അതിന്റെ ഗുണം നമുക്കാ. എത്രയും പെട്ടെന്ന് പാക്ക് ചെയ്ത് സ്റ്റോർ റൂമിൽ വെക്കേണ്ടതാണ്. പാവടാ ജിസല. അതിനെ പിന്നെ ആ ഷോർട്സും മറ്റേ ബനിയൻ ഇടിക്കാനുള്ള സ്ട്രാറ്റജിക് മൂവ്മെന്റ് ആണ് കള്ള ബിഗ് ബോസ്. മലയാളത്തിലാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നീ പിന്നെ കുവിനാണ്. ആ ബാൻഡ് ആരാന്നറിയാമോ എടുത്തത്?
അക്ബർ. എടാ ഭീകര. ബാൻഡ് സ്റ്റീൽ ചെയ്ത് അതുകൊണ്ട് നിങ്ങളുടെ കർമ്മം കിട്ടിയതാണ്. നിങ്ങളുടെ റെഡ് അതുപോലെ സ്റ്റോൺ കർമ്മം ചെയ്യാൻ ഞാൻ പൂജാരി അല്ലാന്ന്. നിങ്ങളുടെ കർമ്മമാണ്. നിങ്ങൾ എന്റെ ബാൻഡ് സ്റ്റീൽ ചെയ്തല്ലേ? അപ്പൊ നമ്മുടെ ജിസല ചേച്ചിയുടെ ബാൻഡ് അടിച്ചു മാറ്റിയത് അക്ബറാണെന്ന് നെവിൻ ചെന്നിട്ട് ജിസല ചേച്ചിനോട് പറയാണ്. അപ്പൊ ജിസല ചേച്ചിക്ക് ഇത് കേട്ടിട്ട് അക്ബർ ചങ്കായിരുന്നല്ല, അപ്പൊ ചതിച്ചു എന്ന് പറഞ്ഞപ്പോ ജിസല ചേച്ചിക്ക് ഭയങ്കര വിഷമം. അപ്പൊ വന്ന് പറയണതാണ് ഈ സംഭവം. അതുകൊണ്ട് നിങ്ങൾ കർമ്മം കിട്ടി. നിങ്ങളുടെ നിന്റെ ഇത് പോയി നിന്റെ കർമ്മയാടാ, നിന്റെ ബോൾ പോയി നിന്റെ കർമ്മയാടാ. സത്യത്തിൽ നിന്റെ ബോൾ പോയാ എനിക്ക് ആ ബാൻഡ് കിട്ടിയത്. അക്ബർ എന്നാ ഞാൻ സത്യം പറയട്ടെ, എന്റെ ഗോൾഡ് പോയ ശേഷമാണ് ഞാൻ ബാൻഡ് എടുത്തത്. ഇതിന്റെ സാധനം പോയ ജിസല ചേച്ചിക്ക് കളിക്കും. കാരണം ഡ്രസ് ഇടാൻ പറ്റില്ല, മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല, ലിപ്സ്റ്റിക് ഇടാൻ പറ്റില്ല. ജിസല ചേച്ചിക്ക് സഹിക്കോ? ഇവൻ ആരടാ? കലിപ്പൻ തമ്പി. അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടി നിൽക്കാൻ വേണ്ടിട്ടല്ല ഞാൻ വന്നേക്കുന്നത്. പിന്നെ എന്തിനാ വന്നേടാ? ഒരു 72 മണിക്കൂറെങ്കിലും എനിക്ക് ഡ്രസ് തരുമോ? തരാടാ മോനെ, തരാ നിനക്ക്. നിങ്ങളോട് ഞാൻ മിണ്ടത്തില്ല, ഈ ക്യാമറയോട് ഞാൻ മിണ്ടത്തില്ല. ക്യാമറ ബിലേക്ക് നീ മിണ്ടില്ലെങ്കിൽ ഞാൻ കരയും. ഒന്ന് പോയടാ. ജിസയിലെ എന്നെ മൈൻഡ് ചെയ്യൂല. അക്ബർ ഇന്നലെ ജിസലക്ക് എന്നോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ജിസല ഞാൻ പറഞ്ഞ കേക്ക് എന്തൊക്കെ ബഹളായിരുന്നു, ഇതെല്ലാം പോയില്ലേ? സഹിക്കാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട്. എനിക്ക് പുള്ളിയുടെ നോട്ടൊന്നും ശരിയാണ്. എനിക്ക് സഹിക്കാൻ പറ്റുള്ള, നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾ കണ്ടുപിടിക്കണം, ഞങ്ങൾക്ക് തന്നെ സഹിക്കാൻ പറ്റുള്ള. പുള്ളി എന്നെ നോക്കുന്ന നോട്ടം എനിക്ക് ഇഷ്ടമല്ല. നോക്കിയാ കാരണം എല്ലാത്തിനും ലിമിറ്റ് ഉണ്ടല്ലോ. എങ്ങനെ നോക്കിയെന്ന് പേടിയാവും. വൃത്തി കെട്ടവൻ. ഗോൾഡ് അരയിൽ അരഞ്ഞാണാ? ക്യാപ്റ്റൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ ചെക്ക് ചെയ്യിപ്പിക്കണ്ടായിരുന്നു. നീ എങ്ങനെ ഉണ്ട്? എഴുന്നേറ്റ് നിൽക്കുക. ഉണ്ട് ബിഗ് ബോസ്. മേക്കപ്പ് ഇട്ടതിനാണോ? സ്വന്തം വസ്ത്രങ്ങളും വസ്തുക്കളും ഉപയോഗിക്കാൻ പാടില്ലെന്ന നിയമം. കള്ള ബിഗ് ബോസ്. പാവം ഞങ്ങളുടെ ജിസല ചേച്ചിയുടെ തുണി അഴിപ്പിച്ചാണ്ടില്ല. ഷാനവാസ് തെരഞ്ഞെടുക്കുന്ന പാർട്ണർ ഈ റൗണ്ടിൽ ഗോൾഡ് കോയിൻ എടുത്താൽ മാത്രമേ ഈ പവർ ലഭിക്കുകയുള്ളൂ. ഷാനവാസ് ബീലെ പുല്ല് ഇന്നലെ കോയിൻ എടുത്തത് വെറുതെ ഇല്ല. അത് എന്ത് കാര്യമുണ്ട് എനിക്ക്? ഇതിന്റെ വശങ്ങളിലുള്ള ദ്വാരങ്ങളിലൂടെ ഇരു കൈകളും കടത്തി ദ്വാരം കണ്ടാൽ കൈയിടുന്നത് മോശല്ലേ? എങ്കിൽ ഇവർ മാത്രമേ കളിക്കൂ. അപ്പൊ കോയിൻ ഉള്ളവർക്ക് കളിക്കാല്ലേ? സ്റ്റോപ്പ്. ബസർ അടിച്ച പിന്നിടാമോ? അത് ശരിയാണോ? അത് ഫൗളല്ലേ? അത് ഫൗളല്ലേ? അവരൊക്കെ അത് ക്യാൻസൽ ചെയ്യും. ടാസ്കിന്റെ ഇന്നത്തെ ഈ ഘട്ടത്തിലെ വിജയി. അങ്ങനെ ഓരോ സെറ്റ് ആയിട്ട് കളിച്ചിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് എടുത്തവരെന്നും റാങ്ക് ചെയ്തു. ഏറ്റവും ഫസ്റ്റ് നമ്മുടെ അക്ബർ വന്നു, സെക്കൻഡ് നമ്മുടെ അഭിലാഷ് വന്നു. താങ്ക് യു ബിഗ് ബോസ്. രണ്ടാം അക്ബറിലേക്ക് എന്താ ചെയ്യാ? ഇത്തവണത്തെ ബിഗ് ബോസ് ടൈറ്റിലും ഞാൻ തന്നെ വിൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്റെ കൈ എത്തുന്ന ഗെയിം എല്ലാം ഞാൻ തന്നെ വിജയിക്കുന്നു. അതിന്റെ ഒരു ആക്ഷൻ മുഖം നോക്കുന്നുണ്ട്. അങ്ങനെ ഈ ടാസ്ക് ജയിച്ച അക്ബറിനും അഭിലാഷിനും ബിഗ് ബോസ് ഒരു കോയിൻ കൊടുക്കുകയാണ്. ഒന്നാമത്തെ കോയിന്റെ പേരാണ് ഡെസ്റ്റിനി കോയിൻ, രണ്ടാമത്തെ കോയിന്റെ പേരാണ് ഗോൾഡൻ കോയിൻ. അപ്പൊ ഈ കോയിൻ അഭിലാഷിന് ഏത് കൊടുക്കണമെന്ന് അക്ബറിന് തീരുമാനിക്കാം. അപ്പൊ അക്ബർ ചെന്നിട്ട് ഗോൾഡൻ കോയിൻ എടുത്ത് അഭിലാഷിന് കൊടുത്തു. അഭിലാഷ് അത് സ്വീകരിച്ചു. അഭിലാഷ് സ്വീകരിച്ച ശേഷം അക്ബർ പോയിട്ട് ഡെസ്റ്റിനി കോയിൻ എടുത്തു. എന്റെ മോനെ ഇജാതി മാസ്. ഏതാണ് എടുത്തത്? ഡെസ്റ്റിനി. അക്ബറിന്റെ മുഖത്തൊരു ഭാവമുണ്ട്. ആ ഭാവം കണ്ടാൽ നമുക്കറിയാം ഹി വോൺ ദ ബിഗ് ബോസ് ടൈറ്റിൽ നിന്നാണ് മുഖത്തുള്ളത്. എന്തിനാണ് അഭിലാഷ് ഏതാണ് കിട്ടിയത്? ഗോൾഡ്. അഭിലാഷിനോട് ചോദിക്കുകയാണ്. പിന്നെ ഗോൾഡനിലുള്ളൂ, എനിക്കറിയാം, കണ്ണിൽ കുരുവൊന്നുമില്ല. നിങ്ങൾക്ക് ലഭിക്കുന്ന സ്പെഷ്യൽ പവർ. ഈ ഡെസ്റ്റിനി കോയിൻ എടുത്ത് വലിയ അഹങ്കാരത്തിൽ നിൽക്കുന്ന അക്ബറിനോട് ബിഗ് ബോസ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു അധികാരം തരികയാണ്. പുറത്ത് ടാസ്കിൽ കിടക്കുന്ന 4 പേരുണ്ടല്ലോ, ഉറങ്ങാണ്ട് കിടക്കുന്നവര്, അവരിൽ നിന്ന് ഒരാളെടുത്ത് അകത്തിടുക, എന്നിട്ട് വേറൊരാളെടുത്ത് പുറത്തിടുക. അങ്ങനെ സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അധികാരം അക്ബറിന് കൊടുക്കണം. അക്ബർ 4 പേരിൽ ഒരാളെ വീടിനകത്തേക്ക് പ്രവേശിപ്പിക്കാം. അക്ബർ ഇവന്മാരെ സ്വാപ്പ് ചെയ്യാനാണ് ബിഗ് ബോസ് കഷ്ടപ്പെട്ട് കളിച്ച് ഞാൻ ജയിക്കാൻ. ഷാനവാസ് ഖാനെ ഞാൻ വിളിക്കാക്കാണ്. അങ്ങനെ ബുദ്ധിമാനായ നമ്മുടെ അക്ബർ എന്ത് ചെയ്തു? ഷാനവാസിനെ എടുത്ത് അകത്തിട്ടിട്ട് രഞ്ജീത്തിനെ എടുത്ത് പുറത്തിട്ടു. ഞാൻ അക്ബർ ബി ലൈക്ക്, ഷാനവാസേ രുദ്രണ്ണ എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. രുദ്രൻ പൊട്ടനും പോയി മണ്ടനും പോയി ഓർക്കം കിട്ടി. അവളാണ് ഈ മറ്റേ കുത്തിരിപ്പുണ്ടാക്കുന്നത്. ഒന്നിയിലെ ആരാന്ന് പറ. വിഷം. എന്തൊരു കളിയാണ് വിഷം. ലെവല് ബിന്നി ഡോക്ടർ ചൈന അവളാണ് ശരിയല്ല. ഡോക്ടറെ വെളിയിലാക്കുന്ന ഞാൻ വിചാരിച്ചത്. അപ്പാനി ടു അക്ബർ മണ്ടത്തരം ചെയ്തില്ലടാ നീ. നീ ജിസലേനെ എടുക്കുന്നല്ലേ ഞാൻ വിചാരിച്ചേ. ബിന്നി ഉറങ്ങുകയും ചെയ്യും. ബിന്നിയെ തൂക്കിയെടുത്ത് കിടത്ത എളുപ്പമല്ല. അക്ബർ ടു അപ്പാനി. അപ്പാനി നീ ഉണ്ടായിരുന്നുള്ളൂ, നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ നോക്കി കൊടുക്കരുത്. എന്റെ ബുദ്ധി അതല്ല, എന്റെ മാസ്റ്റർ പ്ലാൻ ആണ്. ഉറങ്ങും, കാരണം ബിന്നി ഉറക്കപ്രാന്തിയാണ്. ഉറങ്ങും. എന്റെ കോമഡിയാന്ന് ഇവന്മാരെ വിചാരം ഇവന്മാരോട് ഭയങ്കര പ്ലാനിങ് ആണ്. കണ്ടിരിക്കുന്ന നമുക്കെല്ലാം കോമഡിയാന്ന്. അക്ബർ ബി ലൈക്ക്, എന്റെ ഔദാര്യത്തിൽ ഷാനവാസ് അകത്ത് കയറിയെന്ന് എനിക്ക് വരുത്തി തീർക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അവളുടെ ഗെയിമും രണ്ടും കൂടി നോക്കിയിട്ടാണ് ഞാൻ മണ്ടത്തരം ചെയ്തിട്ട് വെച്ചിട്ടുണ്ടോ? അത് വസ്ത്രങ്ങളാകാം, രുദ്രണ്ണൻ ബി ലൈക്ക്, ഈ ബിഗ് ബോസിന് വയ്യേ, പാദരക്ഷകളാകാം, കോസ്മെറ്റിക്. ഷഡ്ഡി തിരിച്ചു കൊടുക്കണം ഇനി. അപ്പൊ കുറെ പേര് എന്തൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നീട് എന്തൊരു സാധനം ഉണ്ടായിരുന്നു. ബിന്നി പോയിട്ട് അതെടുത്ത് മുഖത്തൊക്കെ ഇട്ടിട്ട് തിരിച്ചു കൊടുക്കാൻ പോയി. ഇത് നമ്മുടെ അക്ബർ കണ്ടു. ഇവൻ എങ്ങനെയാണ് എല്ലാ സ്ഥലത്തും കണ്ടുണ്ട്. ഇവൻ എന്താ CCTV ക്യാമറയാ. അക്ബർ ചെന്നിട്ട് ഇപ്പുറത്ത് നിന്നുണ്ട്. പിന്നെ അത് ഇട്ടുട്ടാ, ഇത് ശരിയല്ല, ഇത് ബിഗ് ബോസിനോടുള്ള അവഹേളനമാണ്, ഇത് അതാണ് മറ്റതാണ് മറിച്ചതാണ്. ഇത് കേട്ട് വന്ന ബിന്നി, ഞാൻ ഇട്ടു, എന്ത് ഇത്ര ഇട്ടില്ലല്ലോ, ഞാൻ ഇടും, നീ പോയി പറയാ, കേസ് കൊടുക്കും. ബിഗ് ബോസിന്റെ അടുത്താണ് പറഞ്ഞത്. നീ ഒരു ജാതി വർത്താനം പറയല്ലേ. മണ്ടറാണ് നീ.
മണ്ട നിന്റെ വീട്ടിലുള്ളവര്. അനീഷ് എന്റെ ഡ്രസ്സാ അവിടേക്ക് ആരുടെ ഇദ്ദേഹം ഷഡ്ഡിയിട്ട് നടക്കണോ? ഷാനവാസിലേക്ക് തുണിയിലും കിടക്കണം ഞാൻ ഇവിടെ അട്ടർ ഫെയിലിയർ എല്ലാവരും. അനീഷ് ബി ലൈക്ക് ചിരിപ്പിച്ച് കൊല്ലും അത് പോയിട്ട് വീണതും വെള്ളം എല്ലാം ഉറക്കം. അത് കഴിഞ്ഞപ്പോ അടുത്തൊരു ഡിസ്കഷൻ വന്നേക്കാണ്. വേറെ ഒന്നുമല്ല, ഇന്നലെ പുറത്ത് കിടന്നപ്പോൾ ഷാനവാസ് ഉറങ്ങി നമ്മുടെ അക്ബർ പറയണം. അപ്പൊ ഷാനവാസ് പറഞ്ഞു, ഐ എം എ ബെസ്റ്റ് ആക്ടർ ഓൺ ടെലിവിഷൻ ആക്ടർ. ഒരുപാട് എടാ നീ വിശ്വസിച്ചണം വേണ്ട, ഇതൊക്കെ എന്റെ ആക്ടിങ് അല്ലടാ, ഞാൻ ബാബ നായകനല്ലേ. അക്ബർ പോടാ, നീ ഉറങ്ങി, ഞാൻ കണ്ടാണല്ലോ. നീ എനിക്കിട്ട് അഭിനയം പഠിപ്പിച്ചാരല്ലേ? ഷാനവാസ് ആക്ടർടാ, നീ വിശ്വസിച്ചില്ലേ? എങ്ങനെയുണ്ട് എന്റെ ആക്ടിങ്? നേച്ചറലല്ലേ? കൂർക്കം വലിക്കുന്ന ഞാൻ കൂർക്കം വലിച്ചാൽ നിങ്ങൾ ഒന്ന് പൊക്കോളൂ. എന്നെ ശാരീരിക വന്നുകൊണ്ട് ടെസ്റ്റ് അടിക്കാണോ ഇതാക്കാണോ എന്ന് എനിക്കറിയാതെ ഞാൻ അങ്ങനെ കണ്ണുറക്കുക. എന്നിട്ട് ഷാനവാസ് ഉറങ്ങി കിടന്നപ്പോ ഇവന്മാര് ചെയ്തതൊക്കെ ഷാനവാസ് പറയാണ്. അപ്പൊ അക്ബർ അപ്പാനിനോട് ഇവനിതൊക്കെ എങ്ങനെ അറിഞ്ഞു? നിങ്ങൾ എന്റെ കൂടെ നിൽക്കുന്ന 3 പെമ്പിള്ളേരും ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഷാനവാസ് പറയുന്നത് ഫസ്റ്റ് ഡേ ഞാൻ ഉറങ്ങിയില്ല, ഞാൻ അഭിനയിച്ചായിരുന്നു. കാരണം എന്റെ കൂടെ നിൽക്കുന്നവരെന്നെ ചതിക്കുമെന്ന് എനിക്കറിയില്ല. സോ അവരുടെ ആ ഒരു ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഉറങ്ങുന്ന പോലെ അഭിനയിച്ചു. അതിനെന്താ? അങ്ങനെയാണ് പിന്നെ അവർ വന്നപ്പോൾ എന്താ കണ്ണുറക്കാണത്? അതിന്റെ ഗെയിം പ്ലാൻ, അതിന്റെ ബുദ്ധി, അതിന്റെ ഗെയിം, അതിന്റെ സ്ട്രാറ്റജി. അയ്യോടാ, ഞങ്ങൾ തട്ടിയിട്ടൊക്കെ എന്താ കണ്ണുറക്കാഞ്ഞത്? ഇത് കേട്ട് അക്ബർ യെസ് കുത്തിത്തിരിപ്പിനുള്ള ഒരു കോൾ ഉണ്ടെന്നല്ലേ കേൾക്കുന്നേ. കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്തപ്പോഴേക്കും ഷാനവാസ് ഈ കാര്യം പറഞ്ഞില്ല. ബിൻസി ബിൻസി പോത്ത് പോലെ കിടന്ന് ഉറങ്ങിയതാ. എന്നിട്ട് ബിൻസിയാണ് ഏറ്റവും പ്രതികരിക്കുന്നത്. അപ്പൊ ഇവര് തമ്മിൽ സംസാരം വന്നപ്പോ ഷാനവാസ് ഇങ്ങനെ വിളിച്ചു, ഓക്കെ വീട്ടിലല്ലേ സെറ്റ്, ഇനി വിളിക്കില്ല. കൊടുത്തു 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 ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിക്കുന്ന ആൾക്കാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എടോ ഇത്രയൊക്കെ ബിൻസിയുടെ കാര്യം ആലോചിച്ചിട്ട് എല്ലാ കാര്യം പറയാൻ എനിക്ക് ഇന്നൊരു കാര്യം പറയാണ്ട്. ഷാനവാസ് ഇത്ര നാൾ പറഞ്ഞൊക്കെ ഓക്കെ, ഈ സ്ഥലത്ത് ഷാനവാസിനോട് അങ്ങനെ പറഞ്ഞപ്പോ ഷാനവാസ് സോറി പറഞ്ഞു. ബിൻസിക്ക് ആ ക്വാളിറ്റി ഇല്ല, ബിൻസി സോറി പറഞ്ഞില്ല. ഞാൻ കേട്ടില്ല, 3 തവണ അങ്ങനെ തന്നെ വിളിച്ചു. സോ ദേഷ്യം വരുമ്പോൾ ഒച്ചയിൽ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എടീന്നും ബോഡിന്നൊക്കെ വിളിക്കുന്നു വരും. സീനാക്കാൻ പാടുണ്ടോ? ബിഗ് ബോസ് അല്ലേ, എടി ബോഡിന്നൊക്കെ വിളിച്ചാലേ ഞാൻ കടി ഉണ്ടാക്കാൻ റീസൺ കിട്ടുള്ളൂ. അങ്ങനെയൊക്കെ വിളിക്കണം. എപ്പോഴെങ്കിലും 1-2 പ്രാവശ്യം കണ്ണും വാങ്ങി പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ ഷാനവാസ് പിന്നെ പറയുന്നത്, ഞാനൊരു സത്യം പറഞ്ഞു, ഞാൻ കുറച്ചിറങ്ങിയായിരുന്നു ചിരി ഒരു 5-6 മണിക്കൂർ. എനിക്ക് മനസ്സിലാവാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്നിട്ട് പ്രശ്നം ഷാനവാസ് ഉറങ്ങിയതാണോ അത് ഉറങ്ങാത്തതാണോ? 2 ചെയ്താലും കുറ്റം. ഇതെന്താണ്? അത് കഴിഞ്ഞ അടുത്ത ടാസ്ക്, അതായത് പണിപ്പുരയിൽ കയറാനുള്ള ഏറ്റവും ലാസ്റ്റ് ടാസ്ക് ആണ്. ആ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിൽവർ ഫോയിലിൽ പോയിട്ട് കുറെ കല്ല് പുറത്ത് മുറ്റത്ത് വിതറി ഇട്ടിട്ടുണ്ട്. നമ്മുടെ മിഠായി പറക്കൽ തന്നെ ആ മത്സരമാണ്. മത്സരം തുടങ്ങി. ടാസ്കിൽ അക്ബർ വിജയിച്ചിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. അക്ബർ ജയിച്ച്, അതിപ്പോ ലാഭമില്ല ലഭിക്കുക. അക്ബർ ഇതൊക്കെ എന്ത്? ഇതൊക്കെ എന്റെ ബുദ്ധിയല്ലേ, കാഞ്ഞ ബുദ്ധിയല്ലേ എനിക്ക് എന്നാണ് ഈ മണ്ടന്റെ വിചാരം. 22 മണിക്കൂർ ഉറങ്ങാതെ ഉള്ളിലേക്ക് കടന്നു എന്നുള്ള സാധനം അവൻ അടിക്കും. കുത്തിത്തിരിപ്പിന്റെ ആശാനായിട്ടുള്ള അക്ബർ അപ്പുറത്ത് ചെന്ന് അർജ് ബിൻസിനോടും ശൈത്യനോടും ചെന്ന് പറയണം, നിങ്ങള് അവരെ വിശ്വസിക്കരുത്, അവർ നിങ്ങളെ ചതിക്കും. ഞാൻ ചതിക്കില്ല കേട്ടോ. വിശ്വസിക്കണ്ട കേട്ടോ. ബിൻസി അപ്പൊ പറയണ് അത് പൊളിച്ച്. എനിക്ക് ആരെയും വിശ്വാസം ഇല്ലടി ഇവിടെ. ബിൻസി അതെന്ത് വർത്താനോടി, നിങ്ങൾക്ക് അപ്പൊ എന്നെ വിശ്വാസം? So you want to date a Mallu guy? ശരിക്കും എല്ലാ ചെക്കനായിട്ട് മോഡൽ ഫ്രം ബോംബെ, he will date you. നെവിന് എന്തിനാണ് ബോയ് ഫ്രണ്ട്? I want girlfriend. Girlfriend? ആ ഗേൾ ഫ്രണ്ട് മതി, നെവിന് ഗേൾ ഫ്രണ്ട് മതി എന്നാണ് പറയണത്. ഞാൻ കൊക്കിന് ജീവനോട് ഇവിടെ ഇരിക്കും. അപ്പൊ നെവിൻ പറയുന്നത് കൊക്കിന് ജീവനുണ്ടെങ്കിൽ നിന്നെ ഞാൻ സമ്മതിക്കില്ലടി മുത്തേ. കൊക്കിന് ജീവൻ? എന്റെ കൊക്ക ഞാനപ്പൊ കൊക്കിനെ കൊന്ന്. മലയാളം ഷോ അല്ലേ, മലയാളം പോരെ? ഓ ശരിയാണാ. ഇംഗ്ലീഷ് പറയുന്നത് ബിഗ് ബോസ് ചെയ്ത് തുടങ്ങല്ലോ. അപ്പൊ ഒരു കയ്യടി ശബ്ദം ബാക്കി കേൾക്കുന്നുണ്ട്. അത് മിക്കവാറും നമ്മുടെ അനീഷേട്ടനെ. അപ്പൊ പിന്നെ ചേച്ചി ഒന്ന് അക്ബറിനോട് പറയാണ്, അരിയില്ല ഗോതമ്പില്ല, ഞാൻ എങ്ങനെ ഫുഡ് ഉണ്ടാക്കും, ഉച്ചഭക്ഷണം എങ്ങനെ ഉണ്ടാക്കി തരും ഞാൻ, ഉച്ചഭക്ഷണം എങ്ങനെ ഉണ്ടാക്കി തരും ഞാൻ. അക്ബർ എടുക്കാന്ന് ഞാൻ ഇന്ന് സമാധാനപ്പെടും. ഇത്തിരി ഗോതമ്പൊടിയുടെ കാര്യം എടുത്തു തരാം. വലിയ ഡോളിൽ ഇത്ര ആരെയാ ബാർബി ഡോളിന്റെ പോലെ ഇരിക്കുന്നേ? ജിസല ചേച്ചിനിയാ പറഞ്ഞതല്ലേ ഇനി മോർണിംഗ് തരത്തില്ലെന്ന്. അപ്പൊ ജിസല്ല ഒരു ലിപ്സ്റ്റിക് ഒളിപ്പിച്ച് കൈ പിടിച്ചിട്ടുണ്ടെന്നാണ് അനുചേച്ചി പറയുന്നത്. അപ്പൊ ജിസല്ലയുടെ മൈൻഡ് വോയിസ് ഇതായിരിക്കും, പിന്നെ ലിപ്സ്റ്റിക് ഇടാണ്ട് ക്യാമറയുടെ ഫ്രണ്ടിൽ എനിക്ക് വയ്യല്ല, ലിപ്സ്റ്റിക് ഇടാണ്ട് ചുണ്ടെങ്കിൽ പറ്റിയ ബിഗ് ബോസ് എനിക്ക് ചുണ്ട് വലിച്ചാലോ ഇല്ലല്ലോ. കട്ടിലിൽ ആരെങ്കിലും കിടക്കണ്ടേ? ജിസല്ല ഞാൻ കിടക്കും, ഞാൻ നിലത്തോളം ഉറങ്ങുള്ളൂ, ഞാൻ അവിടെ ഒന്നും കിടക്കണല്ലോ, ബെഡി കിടന്ന് അവരെന്നെ പിടിച്ച് ഔട്ടാക്കും. അത് ശരിയല്ല. ഞാനിത് എവിടെ കിടക്കാൻ പോവാ, വെളുപ്പിന് ആരെങ്കിലും ഒരു ആളെങ്കിലും എണീക്കണം. പക്ഷേ സമയം നമ്മുടെ ബുദ്ധി രാക്ഷസന്മാരായ അപ്പനിക്ക് പ്ലാനിങ്ങിലാണല്ലോ. കേക്കട്ടെ, പറ ആശാൻ ഇന്നൊരാളെ ഔട്ടാക്കണം. നടന്നത് തന്നെ. നമ്മളിവിടുന്ന് പോയാലേ ഇവന്മാരുടെ വിചാരം ഇവന്മാർ ഇവിടെ പ്ലാൻ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായ പ്ലാനിങ് ആണ്. മണ്ടന്മാരാ നിങ്ങൾ, ക്ഷമിച്ചേക്കാം അവന്മാരോട്.
ഉറപ്പിച്ചു അപ്പാനി ഉറപ്പിച്ചു. കപ്പ് എനിക്ക് ടോപ്പ് 5 വന്നാൽ മതി. പിന്നെ നമ്മൾ രണ്ടുപേരും മത്സരം വന്നു കഴിഞ്ഞാൽ നമ്മൾ 1-on-1 ആണ്. അല്ലെങ്കിൽ ഒക്കെ നമ്മൾ ഒരുമിച്ച് നിൽക്കണ അളിയാ. എന്റെ കൂടെ നിൽക്കില്ല നീ. മിക്കവാറും ഒരു 30 ദിവസം കഴിയുമ്പോഴേക്കും ഇവന്മാരായിരിക്കും ഏറ്റവും വലിയ ശത്രുക്കൾ. അണ്ടത്തരങ്ങൾ പറയാണ്ട് പോയി കിടന്ന് ഉറങ്ങടാ അപ്പാനി. ടോപ്പ് 5 ഈ കുൽസൈമ വെച്ച് നമ്പിനാൽ ബാക്കി ഞാൻ പറയുക. പറയാ ജിസല പാവട എനിക്ക് വലിയ കാര്യം ഞാൻ അതിനൊക്കെ ഔട്ടാക്കാന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇയാ കുറക്കൂല്ലേ ഒനിയില് ഞാൻ പോണയാണ്. ജിസല ചേച്ചി ആരെ പോയേ ഒനിയില? പരമായിട്ട് ആലോചിച്ചു. കട്ടലിന്റെ അടി കയറി കിടന്നു കഴിഞ്ഞാൽ ഇവർക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ? ഉറങ്ങിക്കൂടെ? ബിഗ് ബോസിൽ ഒരു ലവ് ട്രാക്ക് ഉണ്ടാകുമോ? നമ്മുടെ ജിസല ചേച്ചിക്ക് ചേച്ചിയുടെ ഡ്രസ്സസ് തിരിച്ചു കിട്ടുമോ? ലിപ്സ്റ്റിക് ഇടാൻ പറ്റുമോ? ബിഗ് ബോസ് വീട്ടിൽ നാളെ അടി ഉണ്ടാകുമോ? ഇതൊക്കെ അറിയണമെങ്കിൽ നാളെ നിങ്ങൾ ഇവിടെ തന്നെ വരണം. അടുത്തൊരു എപ്പിസോഡുമായിട്ട് ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് 6 നമുക്ക് നാളെ കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ഞാൻ പോകുന്നു.